ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സ്പിരിറ്റ് വരുള്ളൂ. എനിക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് തുടങ്ങുമോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ കോയിണെന്താ നിങ്ങൾ ഇതൊന്നും ഇല്ലാണ്ടാണോ വന്നേക്കണേ? പോസിബിൾ അല്ല. ഇത് മാങ്ങ വറക്കാൻ വന്നവരെ ഞാൻ വന്നിട്ടുള്ളത്. ഇവർക്ക് ആർക്കും സീരിയസ്നെസ് ഇല്ല. അല്ല സോറി അങ്കിളെ. അയാളൊരു കലാകാരൻ എന്തോ ആണ്. സ്പിരിറ്റ് ഇത് കണ്ടോ? അങ്ങനല്ല ഞാൻ പറയണത്. മോഹൻലാലും മമ്മൂട്ടി ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊന്നും അറിയില്ലേ? സിനിമ ഒന്നും കാണാനില്ലേ? ഇത് മാന്ത്രികം തന്നെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മമ്മൂട്ടിയാണോ? ഈ പ്രേതങ്ങളില് ഇതിലുള്ള ആൾക്കാരുണ്ടോ? എന്താ പറയാ, കടിയെല്ലാം ആയിട്ട് പോയ ആൾക്കാർ. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ. നിങ്ങൾ എന്നെ നോക്ക്. നിങ്ങളെ നോക്കുമ്പോ നമുക്ക് ചിരി കൂടുന്നത്. നിങ്ങൾ 3 പേര്, നിങ്ങൾ 2 പേരും ഇതാക്കണ്ട, നീ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വീണ്ടും പറയണോ? നമ്മളെ കളിക്കൂട്ട വക്കീല ഫിലിപ്പങ്ങളെ എന്നെ കളിക്ക് കൂട്ടിയല്ലേ ഞാൻ വക്കീല. ഇതെങ്ങനെ അനങ്ങുന്നേ? ഇതാരും അനക്കുന്നല്ലേ? എന്താ റാപ്പറാ? അതല്ല ഇതെന്താ സൈറ്റാ? ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ രോമങ്ങൾക്ക് പോലും ഇതിലൊരു വിശ്വാസം ഇല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ 4 ആളെ കൈ ഇതിൽ കൊള്ളുന്നില്ല. ഈ കോയിനിൽ ഇത് ചെറിയ കോയിനല്ല. നിങ്ങളല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതെപ്പ ചെയ്തു? നീ ലാസ്റ്റ് കളിച്ചെന്ന് വെച്ചാൽ ഒരു പുരോഹിത എന്ന രീതിയിൽ ഇതൊക്കെ പറയാൻ എനിക്ക് വളരെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, സോറി സാർ. അത് നിങ്ങൾ ഞാൻ പേരെന്താന്ന് അറിയാൻ പറ്റുമോ? അല്ല, അതെന്താ അറിയോ, വളരെ ഡിസ്റ്റർബ്ഡ് ആണ് അത്. നിങ്ങളോട് പറഞ്ഞു വാ, കം, കോമഡി ടൈം കഴിഞ്ഞു. പേടിപ്പിക്കല്ല, പുറത്തേക്ക് വാ. നമ്മള് വലിയൊരു ഇതിലേക്ക് പോയേക്കണേ. നമുക്ക് ഒന്നും കൂടി ചീട്ടിട്ട് നോക്കാം. അല്ല നിങ്ങൾക്കത് ഞാൻ പറയണോ, ഇത് കാണുന്ന ആർക്കാണെങ്കിലും ഒരു കളി കളിച്ചിട്ട് ഇല്ല. ഇത് നമ്പർ 1 പേടിത്തൊണ്ടൻ. പിന്നെ ഇവനാക്കിയാൽ നിങ്ങള് ഇവന്റെ പേടി മാറ്റാനുള്ള വരുന്നുണ്ടായി നിങ്ങളില്. പ്രംസി പെണ്ണ അല്ല ഫീൽ ചെയ്തത് പരമേശ്വരൻ. അയാളെ രൂപം കിട്ടുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ഒരു പ്രായമുള്ള ഒരാളാണ്. താടി നരച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. പരമേശ്വരേട്ടന് ഇംഗ്ലീഷ് അറിയില്ല. ഒന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഓൾഡ് ആർ യു? പരമേശ്വരേട്ട. അതായത് ആരാ പരമേശ്വരേട്ട? എന്തിനു കൊല്ലണം? What is the reason of your killing? മിസ്റ്റേക്ക് ഇതാക്കാൻ വേണ്ടി. ഇത് പ്രൊഫസർ അല്ല, വീഡിയോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പരമേശ്വരേട്ടനാ. ഇവരുടെ ചിരിക്കരുത്. ഇത് വന്ന ആളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഞാൻ കാര്യം പറയട്ടെ, ഇയാള് പോരാ. നമുക്ക് വല്ല പെണ്ണിനെ ഏറ്റവും കിട്ടോ? അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പരിപാടിയല്ലേ ഇത്. ഈ 10-60 വയസ്സുള്ള കളവനെ കാണാൻ എന്തിനാ? അറിയോ, അയാള് നമ്മോട് എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അയാൾ എന്തുവാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു മന്ത്രവാദിയല്ലേ? ഒരു പെണ്ണിനെ സെറ്റാക്കിത്താ. എന്റെ ഇന്നലെ ഉണ്ടായ ഒരു പെണ്ണ് പോയി. വലിയ സത്യങ്ങൾ. പെണ്ണ് കെട്ടാൻ പാടില്ല. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കുന്നതല്ല. സംഭവം കിട്ടിയില്ല. അതിന് നിങ്ങൾ പ്രേതമായിട്ടാണ്? പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പെണ്ണ് പ്രേതമായിട്ടാ? അതൊക്കെ തുറന്നു പറയാൻ പാടില്ല. ഓ, അപ്പൊ കളി തന്നെ.
മോശമായതാണ്. അല്ല ശരിക്കും ആത്മാവിനെ അങ്ങനെ കളിക്കാൻ പറ്റുമോ? ഇവർക്ക് കമ്പിക്കത്ത് എഴുതാൻ പോകുന്നല്ലേ എല്ലാ മാഷ അല്ല മാഷോ എല്ലാ വക്കീല പേരെന്താണ്? എന്നെ പേരെന്താ? ശുക്കൂറാ. വേറെ ആരും വിളിക്കാൻ പറ്റല്ലോ. പരമങ്ങ് പരമു. നമുക്കൊരു കാര്യം നോക്കാം. പിന്നെ അക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഇയാളെ കാര്യം അറിയാനൊന്നും. പിന്നെ ഗതിയോട് അയാൾക്ക് മോളാണ്. അയാൾക്ക് മോളുണ്ടോ നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ആയി എവിടെ ഈ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ ഇവിടെ കണ്ടിട്ട്? അറിയാം നമ്മള് അങ്ങനത്തെ സ്പിരിറ്റ് അല്ല വന്നേക്കണേ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എങ്ങായിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ നോക്കാം. നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം ആറ്റം തിരക്കണെ തന്നെ ഇറക്കിക്കോ. ഇപ്പൊ ആണ് കളിയൊരു ഉഷാറായത്. വാ എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ ഇറങ്ങി വാടേ സുശീല. അല്ല ഇത് പരമോട്ടൻ അയാളെ നമ്മ ഒഴിവാക്കുന്നോണ്ട് ചെയ്യുന്നതാ. പരമോട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ, പരമോട്ട കള്ളക്കളവ നിങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് നല്ല ചെറിയ പൊമ്പിള്ളറായിട്ട് കിട്ടുമെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇത് പെൺപ്രേതം പിടിച്ച് എന്നെ കൊല്ലും. കുഴപ്പമില്ല. എന്റെ മരണം വല്ല യക്ഷികളോ ചെയ്യുന്നതായിരിക്കും. കാരണം അവര് വരെ വെറുതെ കാര്യം പറയട്ടെ, എന്റെ ഡ്രീമാണ് എന്ത് ഈ പെണ്ണ് എന്നെ ഇതാക്കല് ഇങ്ങനെ. ആ പക്ഷിക്കും കൂടി ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ, നല്ലൊരാളെ വേണമെന്നുള്ളത്. എന്റെ മോറ് കണ്ട് ആര് വരും എന്റെ അടുത്തേക്ക്? ഈ ഇരുത്തിരുന്നാ തന്നെ കുര്യാക്കോസ് ചീട്ട് കളിക്കാൻ വന്നിരുന്ന പോലെ പ്രേതത്തിനെ പിടിക്കാൻ വന്നേ നമ്മള്. പണി ടൈല് പണി ഇവന്റെ പണി തന്നെയാണ്. നീ തേങ്ങ കൊപ്രാട്ട പോലെ നിക്കാണ്ട് ഒരു ഇത് നിക്ക്. നീ ശരിക്കും പരമുവാ. എന്റെ കാമം എന്റെ കോമഡി ആൾക്കാർക്ക് വരാനും, പെണ്ണാണെങ്കിലും വരാനൊരു പേടി ഉണ്ടാവില്ലേ, പ്രേതാണെങ്കിലും വരാൻ. നമ്മ റെസ്റ്റോറന്റ് തുടങ്ങിയാന്നല്ലേ നമ്മൾ വിളിച്ചു വരുത്തുന്നല്ലേ. അത് വിളിച്ചു വരുത്തുന്നത് അതിന് വരാനൊരു താല്പര്യം വേണ്ടേ? വരാൻ താല്പര്യപ്പെടാൻ എന്റെ സോഡാ കുപ്പി ഗ്ലാസും എന്റെ കമ്പി വർത്തനം കേട്ടുകൾ വരാതിരിക്കായിരിക്കും. എന്നാ വാ അടുത്തതിനെ പിടിക്കാം. മങ്കി കറി വരാല്ല ഉണ്ടാവില്ലേ നിങ്ങള് കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ? ഇതെല്ലാം കണ്ട അപ്പാടെ അടി കിട്ടും. ഏതാടാ നാളെ നീ കക്കാൻ ഇറങ്ങിയല്ലേന്ന് ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്, ഇയാളൊരു ബോറിംഗ് സാധനം തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കാല്ലോ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാന്ന്? പെൻഷൻ കിട്ടിയോന്നാ? നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇറക്ക്. ഇതൊരു ഗ്രഹങ്ങളാണ്, ഇത് കുറെ നക്ഷത്രങ്ങള്, ഓരോ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താ പറയുന്ന അതിന് ട്രേഡിംഗ് ഒന്നല്ല വെല്ലുവിളിക്കണേ. ഇതിനെ പറ്റിയൊരു ധാരണ ഇല്ല. ഈ ഫിലിമൊക്കെ ഇജ്ജെല്ലാം പറയുന്നത് ഇത് മലപ്പുറത്തെ കാക്കയല്ലേ. കമ്പി മൈൻഡ് കൊണ്ട് ഒരാളും ഇങ്ങോട്ട് വരാൻ പോണില്ല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഇല്ല വാ വാ എന്നാ ഈ കളവന്റെ പേരും ചാറ്റ് ചെയ്യാ. വാ എന്താ പ്രശ്നം? എത്തിക്സ് വെച്ചിട്ട് എത്തിക്സ് എന്ത് നിങ്ങൾ തന്ന ഇതാക്കല്ല. മറന്നുപോയ നിങ്ങള്. അല്ല സോറി, ഞാൻ ഇടയ്ക്ക് എനിക്ക് ആ ആള് പ്രശ്നങ്ങൾ വരുമ്പോഴേ ഇത് കിട്ടായിട്ട് വർത്താനം മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതാ. ഇവൻ ഒരു പരമമായിട്ടാണ് മരിക്കാൻ പോകുന്നത്. ജൂനിയർ പരമായിരിക്കും. അതാണ് അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായത്. ഈ ഇവന്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഞാൻ പറയുന്നത് പരമൊന്നും തോന്നില്ലടാ. പരമത്തിനെക്കാട്ടി വൃത്തിണ്ടാവില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പരമോട്ട് പറഞ്ഞ മേത്ത് കയറുന്ന പറഞ്ഞത്. പരമോട്ട മേത്ത് കയറാ ഇതെന്താണ്? പാമ്പ പറ്റില്ലല്ലോ. അല്ല മറ്റേ അച്ഛനല്ലേ? ഇല്ല ഞാൻ അച്ഛനാണ്. ഞാൻ പ്രേതങ്ങളോടാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ, ഇയാൾക്ക് പെണ്ണൊന്നും കിട്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. മലപ്പുറത്തുള്ള കാക്കിയത് പരമേശ്വരമായിട്ട് ഇവിടെ ഉണ്ട്. ആരുമായിട്ട് എന്തിനു വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇയാളെ എനിക്ക് ചവിട്ടാനാ തോന്നുന്നത്. പറയാൻ പാടില്ല, അതൊരു ആത്മാവ്. എടാ നാറി പരമേശ്വര, ഈ ഒരു കളി പോലും കിട്ടാണ്ട് ചത്ത ഒരുത്തനല്ലടാ കുരിപ്പേ. നിന്റെ ഇതെല്ലാം എന്തിനാ നമ്മളറിയണോ? നീ വേറെ ഏതെങ്കിലും സെറ്റാക്കിത്താ.
എന്നാ പിന്നെ പോയാലോ? നിങ്ങെന്താ ഈ പൈസ വാങ്ങിട്ട് ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇവിടെ വന്നിരുന്നു, നിങ്ങൾ കാണാത്താണ്. കളവൻ വയസ്സായി 10-60 വയസ്സുള്ള എന്റെ റേഞ്ചിൽ കിട്ടുള്ളൂ മുത്തേ. എന്റെ റേഞ്ചിൽ എന്ത് എനിക്ക് തോന്നില്ല ഇയാൾക്ക് ഇതൊന്നും അറിയുന്നു. ഇത് ഇയാള് തട്ടിപ്പാന്ന് ഇത് എന്തുവാന്ന് ഇയാൾക്ക് ഈ പരിപാടി അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഒന്നാമത് ഇതേതോ മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കിയാണ് ഇയാള്. ഇയാൾക്ക് ഇതിനെ കുറിച്ച് വലിയ ബോധം ഉണ്ടെന്ന് തോന്നില്ല. ഇയാളെ പൈസയും വാങ്ങിട്ട് ഉടായിപ്പിനാൻ പറ്റി ഇറങ്ങിയതാ. ആരും പറട്ടെ പ്രയത്നം തരാണ്ട് ഇന്ന് ഇവിടുന്ന് പോവില്ല. ഞാൻ ഫസ്റ്റ് ഫിലിപ്പങ്കിൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾ വലിയ സംഭവമാണ്. ഇപ്പൊ അതൊക്കെ മനസ്സിലായത് മലപ്പുറത്തുള്ള ഏതോ ഒരു കാക്കയാണ് നീ വന്നിട്ടിരിക്കുന്നത്. ഇയാള് പൈസയുമായിട്ട് അവളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഏതോ 10-60 വയസ്സുള്ള ഏതോ ഒരു കളവൻ പരമേശ്വരൻ എന്നെല്ലാം പറയുന്നത് നാറീനെ നമുക്ക് പിടിച്ചത്. അയാൾ അങ്ങ് ജീവിതത്തിൽ കളിയും എടുത്തില്ല. മലബാറിന്ന് വന്ന ഫിലിപ്പോ എന്റെ വീട് ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇത് കൊറേ നേരം ഈ ഉടായിപ്പിങ് ഇറക്കാൻ തുടങ്ങി. ഇത് സ്കാമാന്ന് ചെയ്യാതെ നമ്മളെ പറ്റിക്കാൻ ഇറങ്ങിയതാ. പിന്നെ പ്രേതുണ്ട് പറഞ്ഞിട്ട് ഓടുത്തു. ഇത് കാണുന്നില്ലല്ലോ. വിളക്ക് കാണിച്ചിട്ടാണ് നമ്മൾ ഇയാള് പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇത്രയും ഇത് നടക്കോ? വെള്ളിയാഴ്ച എന്താ പ്രയത്തിന് ചുമാക്ക് പോണം എന്താ ഈ